കശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. 307 ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 217ലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറി. 27 ഇടത്ത് എതിരാളികളില്ലാതെ വിജയിച്ചു കയറുകയും ചെയ്തു. പക്ഷേ 81 സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് ലഭിച്ചിട്ടുള്ളത്. കശ്മീർ, ജമ്മു, ലഡാക്ക് എന്നീ മേഖലകളിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് വമ്പൻ പരാജയം ബിജെപി ഏറ്റുവാങ്ങിയത്. 22 ജില്ലകളിൽ 19 ജില്ലകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കയറിയത്. നേരത്തെ തിരഞ്ഞെടുപ്പിനോട് നോ പറഞ്ഞ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, നാഷണൽ കോൺഫറൻസ്, പീപ്പിൾസ് കോൺഫറൻസ് എന്നീ പാർട്ടികളൊക്കെ ബിജെപിക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു എങ്കിൽ പോലും അവരാരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിന്നപ്പോൾ ബിജെപിക്കെതിരെ വലിയ മഹാവിജയം നേടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. കശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം കശ്മീരികൾ തന്നെ പറയും ബിജെപി ആണ് ശരിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നുള്ളത്? അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കാരണം ഇത് ഒരു കൂറ്റൻ പരാജയം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം 217 ഇടങ്ങളിലേക്കും വിജയിച്ചു കയറിയത് സ്വതന്ത്രരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനർ ഇല്ലാതെ ബിജെപിക്കെതിരെ മത്സരിച്ചവരാണ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമെതിരെയുള്ള തിരിച്ചടി തന്നെയാണ്. കശ്മീരിലെ ജനങ്ങളെ ഉപദ്രവിച്ചതിനുള്ള ആദ്യ മറുപടി തന്നെയാണ്. ഇനിയും അവിടെ തിരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യക്തമായ രീതിയിലുള്ള മറുപടി നൽകുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇത്. കോൺഗ്രസ് 2 ഇടങ്ങളിൽ മത്സരിച്ചു എങ്കിൽ പോലും ഒരിടത്ത് നോമിനേഷൻ സ്വീകരിച്ചില്ല. എന്നാൽ മറ്റൊരിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. എന്തായാലും ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ബിജെപിക്ക് സമ്മാനിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.